മെട്രോ സ്റ്റേഷന്റെ രണ്ടാം നിലയിൽ നിന്ന് ചാടി 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപകനും 3 ടീച്ചർമാർക്കും സസ്പെൻഷൻ. രാജ്യതലസ്ഥാനത്തെ പ്രമുഖ സ്കൂളിൽ നടന്ന സംഭവത്തിൽ ഉടനടി നടപടിയെടുത്തു. സെന്റ് കൊളംബസ് സ്കൂളിലെ വിദ്യാർത്ഥിയായ ശൗര്യ പാട്ടീലാണ് ചൊവ്വാഴ്ച ജീവനൊടുക്കിയത്. അധ്യാപകരിൽ നിന്നും കൂട്ടത്തോടെ നേരിട്ട മാനസിക പീഡനം സഹിക്കാതെയായിരുന്നു കുട്ടിയുടെ ആത്മഹത്യ. വീട്ടിൽ നിന്നും രാവിലെ 7:15 സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടി മെട്രോ സ്റ്റേഷനിലെത്തി ജീവനൊടുക്കി. വീട്ടിലിരുന്ന് ആത്മഹത്യക്കുറിപ്പ് തയ്യാറാക്കി പോക്കറ്റിലിട്ടാണ് ശൗര്യ സ്റ്റേഷനിലെത്തിയത്. വായിക്കുന്നവരുടെയെല്ലാം ഉള്ളുപിടയുന്ന കുറിപ്പായിരുന്നു ആ 16-കാരനായ കുട്ടിയുടേത്. വളരെ പക്വതയോടെയായിരുന്നു അവന്റെ കുറിപ്പ്. അതുകൊണ്ട് തന്നെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുറിപ്പിലുള്ള കാര്യങ്ങൾ ഞെട്ടലോടെ അല്ലാതെ വായിക്കാനാകില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്റെ കത്തിൽ ശൗര്യ ആവശ്യപ്പെടുന്നു. പോലീസും മാതാപിതാക്കളും ചേർന്നാണ് 16-കാരന്റെ ബാഗിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയത്. എന്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് തിരികെ ഒന്നും നൽകാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചേട്ടനോടും ക്ഷമ ചോദിക്കുന്നു. ഹൃദയം തകർത്തതിന് അമ്മയോടും ക്ഷമ ചോദിക്കുന്നു. അവസാനമായി ഞാൻ നിങ്ങളുടെ ഹൃദയം തകർക്കുകയാണ്. എന്റെ അവയവങ്ങൾ കഴിയുമെങ്കിൽ മറ്റാർക്കെങ്കിലും ദാനം ചെയ്യണം. ഇതാണ് കത്തിൽ പറയുന്നത്. അതിക്രൂരമായ മാനസിക പീഡനമാണ് കുട്ടി കഴിഞ്ഞ 1 വർഷമായി സ്കൂളിൽ നേരിട്ടത്. സ്കൂളിലെ സ്റ്റേജിൽ ഒരു പരിപാടിക്കായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ ശൗര്യ കുഴഞ്ഞു വീണിരുന്നു. അതിന് അധ്യാപകൻ അവനെ തുടർച്ചയായി ശകാരിച്ചു, പരസ്യമായി അപമാനിച്ചു. തുടർന്ന് 16-കാരൻ കരയാൻ തുടങ്ങി. പൊട്ടി പൊട്ടി കരഞ്ഞു പോയപ്പോൾ നീ ഇനിയും കരയണം, എത്ര വേണമെങ്കിലും കരഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് അധ്യാപകൻ ക്രൂരമായി കുട്ടിയോട് പെരുമാറുകയായിരുന്നു.